ഞാൻ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ. ഞാൻ പോയിട്ട് ബി ജെ പി ചേരുവോ കേരളത്തിൽ? അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരല്ലേ. അപ്പോൾ വാർത്ത ആ വാർത്തക്ക് അധികം ആയുസില്ല എന്ന് മനസ്സിലായി. കൺവീനർ സ്ഥാനം മാറ്റും, രാജിവെക്കുമെന്നൊക്കെ അങ്ങനെ ഇപ്പൊ ചേരാൻ കുറച്ച് കാത്തിരിക്കും. ഇതിലെ CPI പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ. CPM ഇക്കാര്യത്തിൽ തിരുത്തും, ഇപിക്ക് ഒരു ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നു ബിനോയ് വിശ്വം. ഏത് പ്രശ്നത്തെക്കുറിച്ചും ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ അധികാരവും അവകാശവും. അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ? ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതെല്ലാം വളരെ നമ്മൾ കാണുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ആദ്യത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യത്തെ തവണ ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിക്കില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീ ഒരു 5 മീറ്റർ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയുക, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJP-യിൽ ചേരുമെന്ന സ്ഥിതി വന്നു. അവർ കോൾ വന്നപ്പോൾ മാറി. ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്കും. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരും. ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കും. ഇവരെപ്പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലോ. ഈ ശോഭാ സുരേന്ദ്രൻ ഞാൻ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുവോ കേരളത്തിൽ? അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞൂടെ? ഞാൻ പറയാൻ നിൽക്കടോ? ഈ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് CPM-ലേക്ക് വരുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അതല്ല ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ കണ്ടത് അവരെ പ്രസംഗമൊക്കെ വളരെ ഓർമ്മ. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി പോലും ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിക്കും. പിന്നെന്തിനാണ് EPയെ തന്നെ അവരിങ്ങനെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ ഒരു ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിരുന്നു. ഈ 1 വർഷം മുമ്പ് നമ്മുടെ കൂടിക്കാഴ്ചയാണ് ജാവദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്നത് പാർട്ടി അറിയിച്ചെങ്കിൽ എന്നെ വന്ന് കാണുന്ന ആളുകൾ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ പല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരാൾ എന്നെ വന്ന് കാണും. ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും. അങ്ങനെ കണ്ടു പരിചയപ്പെടുന്ന ഒക്കെ പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. ഈ ഘടകകക്ഷികളുടെ അതിർത്തി എങ്ങനെയാണ് കാണുന്ന കൺവീനർ? ഞാൻ എൻ്റെ പോലും ഇതുവരെ അങ്ങനെ ഒരു അതിർത്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് നടന്നത്? ഇന്ന് സെക്രട്ടറിയേറ്റ് വിഷയം ചർച്ച ചെയ്താൽ നിലപാട് പറയുന്നത് സ്വാഭാവികം. അതിലൊക്കെ ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യും, നിലപാട് സ്വീകരിക്കും. ഇത് എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ട് ഒരാൾ വരുന്നു, കേന്ദ്രമന്ത്രി, പരിചയപ്പെടാനാണെന്ന് പറയുന്നു. പരിചയപ്പെടുന്നു പിന്നെ ഞാനെന്ത് പറയുന്നത്? അതിനെന്താ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുകമറയില്ലേ? അല്ല, അസാധാരണമായി മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെ സംബന്ധിച്ചിട്ടല്ല. അതിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എൻ്റെ അടുത്ത് പോകുന്നത്? ദല്ലാളും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത്? അത് അദ്ദേഹമാണല്ലോ ഒരേ കാറിൽ വന്നു എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ കണ്ടിട്ടുള്ളതല്ല. അല്ല, ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകുന്ന വിഷയം അല്ല, എനിക്കതറിയില്ല. ഈ ദല്ലാളുമായ ഒരു അമിത സൗഹൃദം വന്നത് ഇപ്പോൾ ഖേദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, വല്ലപ്പോഴും പറയും, വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം. ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. BJP വലയമായിട്ട് എല്ലാ നേതാക്കളുടെയും ഉണ്ടെന്ന് നേരത്തെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് EP ചേരാനുണ്ടെങ്കിൽ എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു? അതാണ് ഞാനും സംശയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ ഈ BJP ദുർബലപ്പെടുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുകയാണ്.
ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. TG നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ, അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരായിട്ട് പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടാറില്ല ഒരാളെയും. അവരെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാകും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് താങ്കൾ പല സ്ഥലത്തും അത് അവർക്ക് എന്തോ ഒരു അസൗകര്യം. ഹോട്ടലിന്റെ പേരടക്കം പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും. അതിന് നിങ്ങൾ സന്നദ്ധത കാണിക്കും. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരവസ്ഥ വരുന്നത്. അത് ഞാൻ നിയമപരമായിട്ടാണ് തീർച്ചയായും. ഇതിപ്പോൾ അവസാനമായി ഇപ്പം ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറുകയാണല്ലോ. അല്ല, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട്. ഇത് എയർ ഇന്ത്യയാണ്. ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല, പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. ഇനി കയറുകയില്ല. അവരുടെ തെറ്റ് തിരിച്ച് അവർക്ക് പറ്റിയ പെശക് അവർ അഡ്മിറ്റ് ചെയ്തൊക്കെ